ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ. ഒരു ചെറിയ കാർ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ കാർ കേക്കിൻ്റെ മോൾഡ് ഇല്ലാതെ തന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് വെച്ചിട്ട് ഇതുപോലെ കാർ കേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കാർ കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് വെച്ചിട്ടാണ് കേട്ടോ കാർ കേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താലും മതി. ഇനി മറ്റൊരു ബൗളിൽ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയും പഞ്ചസാരയൊക്കെ ഇതുപോലെ നന്നായിട്ട് നല്ല ഫ്ലഫി ആയി വന്നതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്തെടുക്കണ്ട. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഞാൻ ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ടിന്നിൻ്റെ അടിയിലും സൈഡിലൊക്കെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം അടിയിലൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർ കേക്കൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വലിയൊരു കേക്കാക്കി എടുക്കുകയാണ് കേട്ടോ നല്ലത്. എന്നാലേ ഉള്ളൂ നമുക്കത് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 1/2 കിലോഗ്രാമിൻ്റെ കേക്ക് ചെയ്യുകയാണെങ്കിലും നമുക്കൊരു 3/4 കിലോഗ്രാമിൻ്റെ ബാറ്ററൊക്കെ വെച്ചിട്ട് വേണം കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിവിടെ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുത്ത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡിൻ്റെ നടുക്ക് കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടും ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി എടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തിട്ട് അതിനെയും ഷുഗർ സിറപ്പ് ഒഴിച്ചൊന്ന് വെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കേക്കിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്രീസറിൽ ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇപ്പോൾ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് കേക്കിൻ്റെ ഈ 2 സൈഡും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഭാഗത്ത് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ 2 പീസും ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് വേണം നമുക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കാൻ. ആ പീസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഒട്ടി നിന്നോളും. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം, ആ ഗ്ലാസിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രണ്ടിൽ ഈ ഭാഗം കൂടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ സൈഡും കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലേ ഉള്ളൂ നമുക്ക് ആ കാറിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുക.
ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പാക്കിയതിന് ശേഷം ഈ കേക്കിനെ ഒന്ന് ക്രം കോട്ടിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ കേക്കിന് ഞാൻ ഫുള്ളായിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതുപോലൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്, നമുക്ക് ആ ഗ്ലാസിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ക്രം കോട്ടിംഗ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്കിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ കേക്ക് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിനെ ഫുള്ളായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ക്രീമിൽ ബ്ലൂ കളർ ചേർത്തിട്ടാണ് കാറിൻ്റെ ഈ ഭാഗമൊക്കെ ചെയ്തെടുക്കുന്നത്. കേക്കിന് ഞാൻ ഗ്ലാസിൻ്റെ ഭാഗം മാത്രം ഒഴിവാക്കിയിട്ടിട്ട് ബാക്കി ഭാഗത്തൊക്കെ ബ്ലൂ കളർ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസിൻ്റെ ഈ ഭാഗത്ത് വൈറ്റ് കളറിലുള്ള ക്രീം കൊടുക്കാം. ഇപ്പോൾ കേക്കിനെ ഫുള്ളായിട്ട് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി കേക്കിൻ്റെ വീല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഒരു ബട്ടർ പേപ്പറിൽ. അപ്പോൾ കേക്കിൻ്റെ വീലും അതുപോലെ തന്നെ ഗ്ലാസും ഞാൻ ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ ചോക്ലേറ്റ് മെൽറ്റാക്കിയത് വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒരു ബോർഡറും കൂടെ വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ ഗ്ലാസ്സിനൊക്കെ ബോർഡർ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രീസറിൽ സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്ന വീലും കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. അതും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ സൈഡ് ഗ്ലാസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കാർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.